ഇനി പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന ധാരണയിൽ ഇരു കൂട്ടർക്കും പിരിയാവുന്നതാണ്. കളക്ടറെ, ഇത് എത്രാമത്തെ തവണയാ കൈ കൊടുത്ത് പിരിയുന്നു? ഈ സർവകക്ഷി യോഗം എന്ന പ്രഹസനം തുടങ്ങിയിട്ട് കുറേ കാലമായി. നഷ്ടം സാധാരണ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ ഇനി പരസ്പരം കൊടുക്കണ്ട. ഞങ്ങൾ മാത്രം ഉറപ്പ് കൊടുത്തതിനെ കൊണ്ട് കാര്യമായില്ലല്ലോ. പക്ഷെ ഞങ്ങളൊരു ഉറപ്പ് കൊടുത്താൽ അത് ഉറപ്പ് തന്നെയാണ്. ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് ആരാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി ഇത് തുടരാനാണെങ്കിൽ മറുപടി ഇങ്ങനെ ആയിരിക്കില്ല. പേടിപ്പിക്കണ്ട, അത് തന്നെ അങ്ങോട്ടും പറയാനുള്ളത്. ഗോപിനാഥ സഖാവ് പറന്നു വരുന്നുണ്ട്. ദാസ് കുറച്ച് ഫ്രീ ആയിക്കോ, എനിക്ക് കുറച്ച് പാർട്ടി തല ചർച്ചകളുണ്ട്. ദാസേ, വാ, ഒരു കാര്യം പറയട്ടു. ഒച്ച വെക്കരുത്. ഈടുന്ന് ഓടാൻ ശ്രമിച്ച ഈടിയിട്ടിട്ട് നിന്നെ തീർക്കും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുന്ന പോലെല്ലാം അങ്ങ് കേട്ടാൽ മതി. ഒരാൾക്ക് ഇനിയൊന്ന് കാണാനുണ്ട്. 1 മണിക്കൂറെടുത്ത കാര്യമുള്ളൂ. ജീപ്പ് കയറി. വാ. നമോ വാഗം അയ്യപ്പദാസ്. നീ തന്ന നമ്പറിൽ ഞാനൊന്ന് അന്വേഷിച്ചതാ. ദാമോദരൻ നമ്പ്യാർ, 1-ാം തരം വർഗീയ ഫാസിസ്റ്റ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനാ, പക്ഷെ പാർട്ടി പുറത്താക്കി. അഴിമതി. 10-30 കൊല്ലായിട്ട് ഹിന്ദു പരിവാർ സംഘടനയല്ല, കോടീശ്വരനാ. പൊളിറ്റിക്സിൽ മതം കൊണ്ട് തീക്കളി കളിക്കുന്നവനാ. ഈ മുഖം നീ ഒന്ന് ഓർത്തു വെച്ചോ. ദാസൻ എന്നെ അറിയാല്ലേ? എനക്കും എൻ്റെ ആൾക്കാർക്കും ദാസന്റെ അല്ല അയ്യപ്പൻ്റെ ഒരു സഹായം വേണം. വിഷ്ണു,
പൊടിയല്ലേ? 10-30 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ പ്രസ്സാ ഞങ്ങളുടെ ആത്മമിത്രം രാമകൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക്. അന്ന് അവനെ കൊന്ന 1-ാം പ്രതിയുടെ പേരാണ് പി മുകുന്ദൻ. പിന്നെ അവൻ വളർന്ന് പന്ന്യന്നൂർ മുകുന്ദനായി. അന്ന് തുടങ്ങിയതാ ഈ ചോരക്കളി. ഞങ്ങളിപ്പുറവും ഓനപ്പുറവും. അങ്ങനെ നഷ്ടപ്പെട്ടതാ സുരേഷിൻ്റെ ഈ ഇടംകൈ. അപ്പം പറഞ്ഞു വന്നത്, ഞങ്ങൾ ഈ കളി നിർത്തുന്ന ദാസ. വയ്യ, പ്രായമായില്ലേ. അതിനുള്ള ഏറ്റവും നല്ല മാർഗം നേതാവിന് തന്നെ അങ്ങോട്ട് തീർക്കുക എന്നുള്ളതാ. നേതാവെന്ന് പറയുമ്പോൾ പന്ന്യന്നൂർ മുകുന്ദൻ. താനിങ്ങനെ ബേജാറാവണ്ട. ഒന്നും വെറുതെ വേണ്ട. ചിന്തിക്കുന്നതിലപ്പുറം പ്രതിഫലം തരും. എനിക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ജോലി. എടോ, ഒരു ഗവൺമെൻ ഇത് ആദ്യമായിട്ട് ചെയ്യാന്ന് വിചാരിക്കണ്ട. അങ്ങനെ എടുത്ത പാർട്ടിക്കാർ ഗവൺമെന്റ്മാരെ വിലക്കെടുത്തിട്ടുണ്ട്. അനുസരിക്കാത്തവരെ തീർത്തിട്ടുമുണ്ട്. അല്ലേ മാഷേ? ഓനെങ്ങനെയാ ഇപ്പൊ എടുത്ത ചരിത്രം അറിയാ? ഇന്റെ സഖാവ് വലിയ പുണ്യാളൊന്നും അല്ലടോ. പാപക്കര ഓന്റെ കയ്യിലുണ്ട്. മനസ്താപം വിചാരിക്കണ്ട. ഓൻ തീർന്ന കണ്ണൂരെ ഈ പാർട്ടി തീർന്ന്. ഈടുത്തെ കൊലപാതക രാഷ്ട്രീയവും തീർന്നു. ഞങ്ങളല്ലെങ്കിലും വേറെ ആരെങ്കിലും ഓനെ തീർക്കും. പക്ഷെ ഇനി വേറെ ആർക്കും വേണ്ടി കാത്തു നിൽക്കാനാവൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടാ ഒരു ഈച്ച അറിയാണ്ട് എന്നെ സേഫാക്കണ കാര്യം ഞങ്ങൾ ഏറ്റു. വെറും വാക്കല്ല. സുരേഷേ, ഈ മാസം 22-ന് പെരിങ്ങത്തൂരിൽ പാർട്ടി വിശദീകരണ യോഗമുണ്ട്. ഓനാ ഉദ്ഘാടനം. മീറ്റിംഗ് കഴിഞ്ഞാൽ ഓൻ്റെ വണ്ടി കേടാവും. 6:10 ഗുരുദേവൻ ബസ്സിൽ നീ ഓനെ കയറ്റിവിടണം. പാട്യം-വയലിൽ ഞങ്ങളുടെ ആളുണ്ടാവും. ബസ്സിൽ വെച്ച് തീർക്കും. ഞങ്ങളെ രഘുത്തമനെ തീർത്തതുപോലെ. നീ അനങ്ങരുത്. മനസ്സിലായ? ഇന്റെ മുമ്പിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല ദാസേ. നമ്മൾ തമ്മിൽ കണ്ടുപോയില്ലേ? ഇത്രയും സംസാരിച്ചു പോയില്ലേ? വയ്ക്കോ. നിനക്ക് ഒരു കാര്യം കൂടി. ഫോൺ നമ്പർ തപ്പാൻ ആ കൂട്ടുകാരും പോലീസിനോട് കഥ പറയുന്ന അഭ്യാസമുണ്ടല്ലോ, ഇനി ഇറക്കരുത്. ഇരുപത്തിരണ്ട് ഒരു സാധ്യതയാണ്. ഓൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാലോ. ചിന്തിക്കാൻ ഓന് സമയം കൊടുക്കരുത്. ചിന്തിച്ചാൽ ഓന് പേടിയാവും. പൊട്ടത്തരം കാട്ടും. പാവം ചെക്കനാ. സർ, വാ. പെരിങ്ങത്തൂരിലെ മീറ്റിംഗ് കൺഫേം ആണോ? കൺഫേം ആണ്. എന്തേനു? കുറച്ചു കാലം ഒരു അവയവം പോലെ കൊണ്ടുകിടന്ന കൂട്ടാണ്. താനങ്ങ് ഉഷാറായതിനു ശേഷം ഇപ്പൊ ഇത് എടുക്കാറില്ല. ഇത് കണ്ണൂരാദാസ്. മരണം എപ്പോഴും എവിടെയും സംഭവിക്കാവുന്ന നാട്. നീ കേട്ടിന? മരണമുള്ളിടത്ത് എപ്പോഴും മരണമുണ്ടാകും. ആരുടെ
അടിയേനു ആടെ യോഗം കയറ്റി സഖാവ് അന്വേഷിക്കുന്നുണ്ട്. എന്നാ പിന്നെ അങ്ങനെ ചെയ്തു. ശരി ആയിക്കോട്ടെ സഖാവേ. ആ എന്നാ പോയാലോ, വണ്ടി എടുക്ക്. വണ്ടി ചെറിയൊരു പണിയെന്ന് പഞ്ചറായി. ഇനിയിപ്പോ സ്റ്റെപ്പിന് ഇടണം. 7 മണിക്ക് പാർട്ടി മീറ്റിംഗ് ഉള്ളതാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 6 മണിക്കൊരു ബസ് ഉണ്ടല്ലോ, അതിന് പോയപ്പോലെ. എന്നാ ബസ്സിന് പോയാലോ? നീ ശരിയാക്കിട്ട് വാ. ശരി. വാ. സർ സർ ബസ്സിൽ പോണോ? പ്രൊട്ടക്ഷൻ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി പോയാൽ പോരെ? എന്നാ ശരിയാക്കിട്ട് പോ. ആ ദാസ ഇരിക്കി, ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. എന്തു പറ്റി? എന്താ അവസാന നിമിഷം പ്ലാൻ മാറ്റിയത്? സർ, ഞാനൊരു സാധാരണ പോലീസുകാരനാണ്. എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം. ഞാനൊന്നും പുറത്ത് പറയില്ല. എന്നെ ഇനി വിളിക്കരുത്. ഞാൻ വരില്ല. ഇത് പറയാനാ ദാസൻ കാണുമെന്ന് പറഞ്ഞത്? എന്നാ വളരെ ചെറിയൊരു കഥ പറയട്ടെ ദാസേ. ദാസൻ അത് ഇഷ്ടപ്പെടും. നീ പന്യന്നൂർ മൂന്നിന് വണ്ടി തടയും അല്ലടാ. ഈ കണ്ണൂരിൽ നീയൊന്നും അതിന് വളർന്നിട്ടില്ല. പത്ത് 15 വർഷം ഞങ്ങളോടൊപ്പം പരിവാർ പാർട്ടിയിൽ പ്രവർത്തിച്ച ആളാ വിനോദ്. ഓനെ കൊന്നത് പിന്നെ വേറൊരു കാര്യത്തിനാ. നല്ല രസമുള്ളൊരു കാര്യം. മറ്റൊരുത്തന്റെ ഭാര്യയുമായി അവിഹിതം. ഈടുത്ത കൊലപാതകങ്ങളെല്ലാം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ മാത്രമല്ല, വ്യക്തിവൈരാഗ്യവും ഔഹിത ബന്ധങ്ങളും സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ അതിൽപ്പെടും. അതിനുള്ള മറയാണ് അക്രമ രാഷ്ട്രീയം. അണികളിൽ വിഡ്ഢികളുള്ളിടത്തോളം ഇവിടെ മാത്രം കളിക്കുന്ന കളിയാണ് കണ്ണൂർ പൊളിറ്റിക്സ്. ഈ നാട് ഇനിയും സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും ബലിദാനികളെയും രക്തസാക്ഷികളെയും. നിനക്കതിലൊന്നും ചവിട്ടാണ്ട് രക്ഷപ്പെടണ്ടേ? വിനോദ് മരിച്ച അതേ ദിവസം ഡിസംബർ 6 അതേ തെയ്യം. നാട്ടിലുള്ളതുകൊണ്ട് മുകുന്ദൻ പോവും. തെയ്യായോണ്ട് ഫിറോസ് ഉണ്ടാവില്ല. മുകുന്ദൻ്റെ ഒപ്പരം നീയായിരിക്കും. ഓൻ ഒറ്റ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. തെയ്യം പൊലിച്ചവരുണ്ടാവും. രാത്രി ഒരു 12 മണിയാകുമ്പോൾ എന്ത് കളത്തരം പറഞ്ഞിട്ടായാലും ആളൊഴിഞ്ഞ പാട്ടെങ്ങനാൽ റോഡിൽ നീ ഓനെ എത്തിക്കണം. ഓൻ കൊണ്ടുവരും അല്ലേ? ഇതോന്റെ ഒടുക്കത്തെ അവസരമാണല്ലോ. ഇനി പോലീസല്ല മുകുന്ദം വിചാരിച്ചാലും കാര്യമില്ല. നീ രക്ഷപ്പെടില്ല. കൂട്ടത്തിലൊരുത്തനെ തീർത്തിട്ട് അത് മുകുന്ദനെ പോലുള്ളൊരു നേതാവിന്റെ തലയിൽ കെട്ടിവെച്ച ഞങ്ങൾക്ക് അയ്യപ്പദാസ് ഒരു ഇരയല്ല. കൂടെ നിൽക്കില്ല എന്നാണെങ്കിൽ ഇപ്പം നിനക്ക് ഇവിടുന്ന് പറഞ്ഞിട്ട് പോവാം. പക്ഷേ തലശ്ശേരി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറം നീ കാണില്ല.
ആമി ഉറങ്ങിയോ? ഉറങ്ങി. തെയ്യത്തിന് പോകണമെന്ന് നിർബന്ധമുണ്ടോ? എന്താടോ, ഇത് ഭക്തിൻ്റെ വിഷയമല്ല എന്ന് എനിക്കറിഞ്ഞൂടെ. ഞാനിവിടെ ഉള്ളപ്പോൾ അത് മുടക്കിയിട്ടില്ല. അറിഞ്ഞോണ്ട് ഇനി ഒരു ആപത്ത് വിളിച്ചു വരുത്തണോ? ഒന്നിപ്പോൾ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു വാർത്ത നീ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഈ സ്ട്രഗിള് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മളിതിൻ്റെ ഭാഗമല്ലേ. പിന്നെ ഭീഷണി, അതിനെ അതിജീവിക്കലല്ലേ വേണ്ടത്, അല്ലാണ്ട് ഒളിച്ചോടല. ഇങ്ങനെ എത്ര കാലാന്ന്? നീ എന്തെന്ന് ഇങ്ങനെ പറയുന്നു? രാഷ്ട്രീയമായി ഇതൊരു വിജയാവസരമാണ്. എനക്കത് അങ്ങനെ കാണാനാണ് ഇഷ്ടം. അതായത് ഇങ്ങളെ തന്നെ ആരാധിക്കുന്നത് തുടരുമെന്നർത്ഥം. എന്താ, അങ്ങനെയല്ലേ? നിങ്ങൾ 6 പേർക്കാണ് നൈറ്റ് ഡ്യൂട്ടി. പ്രൊട്ടക്ഷൻ വിങ്ങിൻ്റെ കാര്യം മുകുന്ദൻ അറിഞ്ഞിട്ടില്ല, അറിയിക്കുന്നുമില്ല. ഗൺമാനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. എന്ത് സംശയം ഉണ്ടായാലും സ്റ്റേഷനുമായി ബന്ധപ്പെടണം. ഓക്കെ ഗൈസ്. അയ്യപ്പദാസ് സർ. സഖാവിൻ്റെ ഗൺമാൻ പോസ്റ്റ് മാറുന്ന കാര്യം SP കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ? യെസ് സർ. എന്നിട്ട് എന്തായി? സർ, തീയതിൻ്റെ ദിവസം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തീരുമാനം പറയാം. ഇലക്ഷൻ വരെ സമയമുണ്ടല്ലോ. ഓക്കെ, ഗുഡ്. ശരിക്കും 2 പേരെ പോസ്റ്റ് ചെയ്ത് ടേണായി ഡ്യൂട്ടി ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ്റിന് അധികം ചെലവ് വരുമെന്ന് പറഞ്ഞ് സഖാവ് തന്നെയാണ് അത് തള്ളിയത്. എനിവേ, നമുക്ക് നോക്കാം. സർ. പിന്നെ സർ, പുറത്ത് തനിക്കൊരു വിസിറ്ററുണ്ട്. പാർട്ടി ഓഫീസിൽ വെച്ച് എന്നെ കാണണ്ടാന്ന് വെച്ചത് ഈ ഒരു കൂടിക്കാഴ്ച മുകുന്ദൻ അറിയണ്ടെന്ന് വെച്ചിട്ടാണ്. എന്നോട് ഗൺമാൻ പോസ്റ്റിൽ നിന്ന് മാറാൻ പറഞ്ഞത് നീ ഗൗരവമാക്കി എടുത്തിട്ടില്ല. അത് വിട്. അപ്പം അറിയാലോ, ഡിസംബർ 6 തെയ്യാന്ന്. അന്നാടെ പ്രശ്നങ്ങളുണ്ടാന്ന് പറയുന്നു. മുകുന്ദൻ്റെ ഭാര്യ അനിത എന്നെ ഒന്ന് കണ്ടിനേനു. അന്നൊരാക്രമണം അവർ ഭയക്കുന്നുണ്ട്. അങ്ങനെയൊന്നുണ്ടായാൽ അത് പാർട്ടിക്ക് ക്ഷീണാന്ന്. ഇത് നല്ലൊരവസരമാണെന്ന് എതിർ പാർട്ടിക്കാർ കരുതുന്നുണ്ടാവും. കരുതട്ടെ. പക്ഷെ ഒരു കാരണവശാലും മുകുന്ദൻ തെയ്യത്തിന് വരാണ്ടിരിക്കരുത്. ഈ പാർട്ടി ഒരാളുടെ ഭീഷണിക്ക് മുന്നിലും മുട്ടുമടക്കിയ ചരിത്രമില്ല. കുറച്ച് മൊബൈൽ നമ്പറുകൾ. എന്ത് പ്രശ്നം ഉണ്ടായാലും പോലീസിന് പുറത്ത് എനിക്ക് ഇവരെ വിളിക്കാം. നമ്മുടെ പാർട്ടിക്കാരാണ്. സഖാവിന് ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? വേണം. എന്നാ പൊയ്ക്കോ.